ഇ.പി. ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ചയിൽ ഗൗരവമായ പരിശോധന നടത്തുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നേതൃത്വം മാറേണ്ട ആവശ്യമില്ലെന്നും MV ഗോവിന്ദൻ. മാതൃഭൂമി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് CPIM സംസ്ഥാന സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അജീഷ്, എന്തൊക്കെയാണ് അഭിമുഖത്തിൽ MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നത്? വേണു, പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച ചോദ്യങ്ങളായിരുന്നു ഈ മാതൃഭൂമി ദിനപത്രത്തിലെ അഭിമുഖത്തിൽ MV ഗോവിന്ദനോട് ചോദിച്ചത്. ഇതിനിടയിലാണ് ഈ ഇ.പി. ജയരാജന്റെ വിവാദവുമായി ബന്ധപ്പെട്ട് പാർട്ടി ഗൗരവതരത്തിൽ തന്നെ പരിശോധിക്കുമെന്ന് MV ഗോവിന്ദൻ പറയുന്നത്. ഇ.പി. ജയരാജന്റെ വിഷയം നേരത്തെ തന്നെ പാർട്ടിയിൽ വലിയ തലവേദന ഉണ്ടാക്കിയിരുന്നു. അത് ആദ്യ സർക്കാരിന്റെ കാലത്ത് വ്യവസായ മന്ത്രിയായിരുന്ന കാലത്തും പിന്നീട് ഈ 2021 തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂർ സീറ്റിൽ നിന്ന് ഇ.പി. ജയരാജനെ ഒഴിവാക്കിയത് മുതൽ ഇ.പി. ജയരാജൻ പാർട്ടിയിൽ വലിയ പ്രശ്നമായിരുന്നു. കാരണം അതിനുശേഷം അദ്ദേഹം പൊതു തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. MV ഗോവിന്ദന്റെ നവകേരള മുന്നേറ്റ യാത്രയിൽ പങ്കെടുക്കാതെ മാറി നിന്ന അദ്ദേഹത്തിന്റെ പല ബന്ധങ്ങളും പാർട്ടിക്ക് വലിയ തലവേദന ഉണ്ടാക്കി. പക്ഷേ ഈ ഇ.പി. ജയരാജന്റെ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തലവേദനയായിരുന്നു പാർട്ടിക്ക് ഉണ്ടാക്കിയത്. അത് പാർട്ടിക്ക് അകത്തും വലിയ ചർച്ചയായിരുന്നു. ഇത് ഗൗരവതരമായി പരിശോധിക്കുമെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. ആരെയും അരൂപിയായി നിർത്തേണ്ട സാഹചര്യമില്ല. മാത്രമല്ല, ഈ നേതൃമാറ്റത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ MV ഗോവിന്ദന്റെ പ്രതികരണം, നേതൃമാറ്റത്തിന് ഇപ്പോഴുള്ള പിണറായിയെ മാറ്റേണ്ട ഒരു സാഹചര്യവുമില്ല. പിണറായി നയിച്ചാണ് 2021 LDF സർക്കാർ രണ്ടാമതും അധികാരത്തിൽ വന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ വിമർശനം ഉയർന്നത് LDFന്റെ അടവ് നയമായിരുന്നു. ന്യൂനപക്ഷ പ്രീണന അടവ് നയം പാളി എന്ന വലിയ വിമർശനം പാർട്ടിക്കകത്തും പുറത്തു നിന്നും ഉണ്ടായി. പക്ഷേ ഇത് BJP നടത്തുന്ന പ്രചാരവേല എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. പക്ഷേ ആ പ്രചാരവേല വലിയൊരു ഭൂരിപക്ഷം ജനങ്ങൾ ഏറ്റെടുത്തുവെന്നും MV ഗോവിന്ദൻ സമ്മതിക്കുന്നുണ്ട്. എന്തായാലും പാർട്ടിയുടെ വിലയിരുത്തലുകൾ ഇപ്പോഴും തുടരുകയാണ്. പ്രത്യേക സമിതിയൊക്കെ ചില സ്ഥലങ്ങളിൽ വെച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ഈ മാതൃഭൂമി ദിനപത്രം നൽകിയ അഭിമുഖത്തിലാണ് MV ഗോവിന്ദൻ ഇപ്പോൾ പുതിയ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ശരി, അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്.